ഹായ് ഹലോ കൂട്ടുകാരെ, ചെമ്പനീർ പൂവിന്റെ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചി മേടിച്ചുകൊണ്ടുവന്ന അലുവ സച്ചി കാണാതെ എടുത്ത് കഴിക്കുന്ന ശ്രുതിയെയും സുധിയെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഈ അലുവ ആര് മേടിച്ചോണ്ട് വന്നു എന്ന് ശ്രുതിയോട് ചോദിക്കുമ്പോൾ ഇത് നിനക്ക് ഞാനൊരു സർപ്രൈസിന് വേണ്ടി മേടിച്ചോണ്ട് വന്നതാണെന്ന് ശ്രുതി പറയുന്നു. നിനക്ക് എവിടെ നിന്നാണ് പൈസ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് ആ പൈസ അച്ഛൻ തന്നതാണെന്ന്. എന്തായാലും അലുവ ശ്രുതിക്ക് വളരെ ഇഷ്ടമായി. ശ്രുതി വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതിയും ചിരിക്കുന്നുണ്ട്. അലുവ മേടിച്ചോണ്ട് വന്നവന്റെ കാര്യം കട്ടപ്പുക എന്നാലോചിച്ചാണ് ശ്രുതി ചിരിക്കുന്നത്. പിന്നീട് രാത്രി ഉറക്കമില്ലാതെ കിടക്കുന്ന രേവതിയെയും സച്ചിയെയുമാണ് കാണിക്കുന്നത്. രണ്ടുപേരും റൊമാൻറ്റിക് മൂഡിലാണ്. രണ്ടുപേരും ഹാളിലാണ് കിടന്നുറങ്ങുന്നത്. ഇതിനിടയിലേക്ക് പെട്ടെന്ന് ഹാളിൽ ലൈറ്റ് ഇടുകയും ചന്ദ്ര വരികയും ചെയ്യുന്നു. വർഷ മേടിച്ചുകൊണ്ട് വന്ന് ബിരിയാണി കഴിച്ച് ചന്ദ്രയ്ക്ക് ഗ്യാസ് കയറി. രാത്രി മുഴുവൻ ഗ്യാസും പുറത്ത് വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഏമ്പക്കവും വിട്ടുകൊണ്ട് ചന്ദ്ര നടക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു, നീ ഉറങ്ങാതെ കുറച്ചു നേരം നടന്നാൽ ശരിയാകുമെന്ന്. അങ്ങനെയാണ് രേവതിയും സച്ചിയും കിടക്കുന്ന ഹാളിലേക്ക് ചന്ദ്ര എത്തുന്നത്. ഇത് കണ്ട ഉടനെ രേവതി ചാടി എണീക്കുന്നു. എന്ത് പറ്റി അമ്മയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണമെന്ന് ചന്ദ്ര പറയുകയും ചൂടുവെള്ളം ഇടാൻ രേവതി അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു. ഇതിനിടയിൽ സച്ചി ചന്ദ്രയോട് പറയുന്നുണ്ട്, രാത്രി ഉറക്കമൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടന്നാൽ എൻ്റെ കാര്യം മൊത്തം കുളമാവുമെന്ന് പറയുന്നു. നിന്റെ എന്ത് കാര്യം ഞാൻ കുളമാക്കിയെന്ന് ചോദിക്കുമ്പോൾ എന്ത് കുളമാകാന്, എല്ലാം കുളമായില്ലേ, ഇന്നെനിക്ക് ശിവരാത്രി എന്നും പറഞ്ഞുകൊണ്ട് പായും മടക്കി ടെറസിലേക്ക് പോവുകയാണ് സച്ചി. പിന്നീട് രാത്രി ചൂടുവെള്ളം കുടിച്ചിട്ടും ഒരുപാട് ഹാളിലൊക്കെ നടന്നിട്ടും ചന്ദ്രയുടെ ഗ്യാസ് മാറിയില്ല. പിറ്റേന്ന് രാവിലെ ചന്ദ്ര ഫാമയെ കൂടി വിളിച്ചു വരുത്തുകയാണ്. ഗ്യാസ് കയറി, ഗ്യാസ് മാറ്റാനൊന്ന് ഒഴിഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫാമയും വന്നു. ഫാമ കൈപ്പത്തി മടക്കി ചന്ദ്രയുടെ പിറകിലും മുതുവിലും ഒക്കെ തട്ടുന്നുണ്ട്, ചെറിയ രീതിയിൽ ഇടിക്കുന്നുമുണ്ട്. അതേസമയം ഇത്രയൊക്കെ ചെയ്തിട്ടും ചന്ദ്രയുടെ ഗ്യാസ് മാറുന്നില്ല. അതിനിടയിൽ ഫാമ പറയുന്നു, എൻ്റെ കൈ കഴിക്കുന്നു, അതുകൊണ്ട് നീയും കൂടി ഒന്ന് തട്ട് എന്ന് രേവതിയോട് പറയുന്നു. ഈ സമയത്ത് സച്ചി പറയുന്നു, ഇങ്ങനെയുള്ള അവസരം എപ്പോഴും ഒന്നും കിട്ടത്തില്ല രേവതി, നല്ല ഊക്കിന് വെച്ച് ഇടിച്ചു കൊടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് മിണ്ടാതിരിക്കും സച്ചി ഏട്ടാ, ഞാനൊന്നും അമ്മയെ ഇടിക്കാനില്ല എന്ന് പറഞ്ഞ് രേവതി ഒഴിഞ്ഞു മാറുകയാണ്. ഈ സമയത്ത് വർഷ അങ്ങോട്ട് കയറി വരുന്നു. വർഷ പറഞ്ഞു, ചേച്ചിക്ക് വയ്യെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇടിച്ച് ഗ്യാസ് ഇളക്കാമെന്നും പറഞ്ഞുകൊണ്ട് കൈയും ചുരുട്ടി വർഷ ചന്ദ്രമതിയുടെ അടുത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് ശ്രീകാന്ത് വർഷയെ തടയുന്നുണ്ട്. നീ അമ്മയെ ഇടിക്കുകയൊന്നും വേണ്ട, നീ ഇന്നലെ വാങ്ങിക്കൊടുത്ത ബിരിയാണി കഴിച്ചത് കൊണ്ടാണ് അമ്മയ്ക്ക് ഗ്യാസ് ഉണ്ടായത്, ഇനി നീ അമ്മയെ ഇടിക്കാനും കൂടി പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നു, രാത്രിയിൽ അങ്ങനെ ബിരിയാണി കഴിക്കാൻ പാടില്ല. അത് കേട്ട് വർഷ പറയുകയാണ്, ബിരിയാണി ഞാനും കഴിച്ചിരുന്നല്ലോ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, മോളുടെ പ്രായവും ചന്ദ്രയുടെ പ്രായവും വ്യത്യസ്തമല്ലേ, മോൾക്കത് ഡൈജസ്റ്റ് ആവും, ചന്ദ്രയ്ക്കത് ഡൈജസ്റ്റ് ആയില്ല. ഇന്നലെ അമ്മ ചിക്കൻ പീസ് കടിച്ച് വലിച്ച് തിന്നുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഗ്യാസ് കയറുമെന്ന് ശ്രുതി പറയുന്നു. എനിക്കും കൂടെ പകുതി തന്നായിരുന്നെങ്കിൽ ഈ ഗ്യാസ് ഉണ്ടാവുമായിരുന്നു എന്ന് ശ്രുതി പറയുമ്പോഴത്തേക്കും ചന്ദ്ര ശ്രുതിയെ ഓട്ടിക്കുവാണ്. ഇവിടെ എനിക്ക് പ്രസവവേദന, മക്കൾക്കെല്ലാവർക്കും വീണ വായന എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വഴക്ക് പറയുകയാണ് ചന്ദ്ര. ഇതിനിടയിൽ ശ്രുതി ഒന്ന് മസാജ് ചെയ്തു കൊടുത്താൽ ഗ്യാസ് മാറുമോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. മസാജ് ചെയ്താൽ ഗ്യാസ് ഒന്നും മാറില്ല എന്ന് ശ്രുതിയും പറയുന്നു. പിന്നീട് സച്ചി പറയുന്നു, ഈ ഗ്യാസ് ഇങ്ങനെയൊന്നും പോവില്ല, ഇതിന് മുത്തശ്ശി പറഞ്ഞു തന്ന ഒരു സൂത്രം തന്നെ പ്രയോഗിക്കണമെന്ന് സച്ചി പറയുന്നു. എല്ലാവരും ചോദിച്ചു, എന്താണ് സൂത്രം? അടുക്കളയിൽ ഇരിക്കുന്ന വലിയ ഒലക്ക എടുത്തുകൊണ്ട് വന്ന് ചന്ദ്രയുടെ മുതുവിന് നോക്കി ഒരു ഇടി കൊടുത്താൽ ഗ്യാസ് മാറുമെന്ന് സച്ചി പറയുന്നു. ഇത് കേട്ട് പേടിച്ചു പോയ ചന്ദ്ര ചാടി എഴുന്നേൽക്കുകയും ഗ്യാസ് പോവുകയും ചെയ്യുന്നു. ഗ്യാസ് പോയി. അങ്ങനെ എല്ലാവർക്കും ആശ്വാസമായി. കുറച്ച് കഴിഞ്ഞിട്ട് വർഷയുടെ അമ്മ മഹിമ ആ വീട്ടിലേക്ക് വരികയാണ്. മഹിമയെ കണ്ടതോടുകൂടി ചന്ദ്രയും മഹിമയും കൂടി സംസാരിക്കാനിരിക്കുന്നു. ഇതിനിടയിൽ മഹിമ ഒരാശങ്ക പങ്കുവയ്ക്കാനാണ് അവിടെ എത്തിയത്. ഞങ്ങൾക്കുള്ള ഒരേ ഒരു മോൾ ഞങ്ങളുടെ കൂടെ പോലും പറയാതെയാണ് വന്ന് ശ്രീകാന്തിനെ കല്യാണം കഴിച്ചത്. അവൾ നല്ല ഫാമിലിയിലാണ് വന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒരു താലി മാറ്റൽക്കെട്ട് ചടങ്ങ് നടക്കുകയാണ്. ഈ സമയത്ത് ഒരുപാട് VIP ഫംഗ്ഷനിൽ വരും. വർഷയുടെ അച്ഛന്റെ റിട്ടയർമെന്റ് സമയത്ത് ഉണ്ടായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാകരുത് എന്ന് മഹിമ പറയുന്നു. അതായത് മഹിമ പറയാതെ പറയുന്നത് സ്റ്റാൻഡേർഡ് കുറഞ്ഞ രേവതിയെയും സച്ചിയെയും ഈ ഫംഗ്ഷനിൽ നിന്നും ഒഴിവാക്കണമെന്നാണ്.
ഇത് ചന്ദ്രമതിക്ക് മനസ്സിലാകുന്നുണ്ട്. ചന്ദ്രമതിയും പറയുന്നു, ഈ വീട്ടിലെ പ്രശ്നക്കാർ സച്ചിയും രേവതിയുമാണ്. അവരെ രണ്ടുപേരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചടങ്ങായിരിക്കും നടക്കുക എന്നുള്ള ഉറപ്പാണ് ചന്ദ്രമതി മഹിമയ്ക്ക് കൊടുക്കുന്നത്. അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.